എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തീപ്പൊരി വനിതാ നേതാവും മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന പി ദിവ്യ CPM വിട്ട് BJPയിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നു എന്നുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഒരു വാർത്തയാണ് ഇപ്പോൾ ഈ നിമിഷത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പി ദിവ്യ സുരേഷ് ഗോപിയുമായിട്ടും BJPയുടെ കണ്ണൂർ ജില്ലാ നേതൃത്വമായിട്ട് മൾട്ടിപ്പിൾ ടൈംസ് ബന്ധപ്പെട്ടു എന്നുള്ളൊരു വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം മൂകാംബിയിലോട്ട് പോയിരുന്നു. അപ്പോൾ നമ്മളെല്ലാം സോഷ്യൽ മീഡിയ എല്ലാവരും കണ്ടാണ്, ഫാമിലി സഹിതം സുരേഷ് ഗോപി ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഡ്രൈവ് ചെയ്താൽ പോയ വഴിയിൽ വെച്ചിട്ട് മംഗലാപുരത്ത് വെച്ചിട്ട് ഹോട്ടൽ വെച്ചിട്ട് പി ദിവ്യയും സുരേഷ് ഗോപി ഏകദേശം 1.5 മണിക്കൂർ ചർച്ച നടത്തി എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ ചില ഓൺലൈൻ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് കോണ്ടക്സ്റ്റിലാണ് ഈ പി ദിവ്യ, അതായത് പാർട്ടിയുടെ ഒരു അനിശ്ചിത നേതാവായിരുന്നു കണ്ണൂരിൽ, പി ദിവ്യ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന തരത്തിൽ ആൾക്കാർ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഗോഡ് ഫാദേഴ്സ് പി ദിവ്യക്ക് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് കണ്ണൂർ. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ എന്തിനാണ് പെട്ടെന്ന് പാർട്ടി ബന്ധം ഉപേക്ഷിച്ചിട്ട് ദിവ്യ BJPയിലോട്ട് ചേക്കേറാൻ പോകുന്നത്? അതിന് പിന്നിൽ വലിയൊരു നീണ്ട സ്റ്റോറിയാണത്. സംഭവം നടക്കുന്നത് വെച്ചാൽ, അതായത് 2024 ഒക്ടോബർ 14 ADM നവീൻ ബാബുവിൻ്റെ ഈ വിരമിക്കൽ ചടങ്ങുണ്ടാവുന്നത്. അപ്പോൾ ആ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാതെ വന്ന് കയറുകയും നവീൻ ബാബുവിനെതിരെ വേണ്ടാത്ത അലിഗേഷൻസ് ഉന്നയിക്കുകയും അതിനെ തുടർന്ന് അന്ന് രാത്രി ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അതിനെ തുടർന്ന് പോലീസ് സ്വമേധ കേസെടുക്കുന്നു, കോടതി ശിക്ഷ വിധിക്കുന്നു, പി ദിവ്യ ജയിലിലടക്കുന്നു. ഏകദേശം 10-14 ദിവസം 21 ദിവസം പി ദിവ്യ ജയിലിൽ കിടക്കുന്നു. ജയിൽ വന്നതിന് ശേഷം പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കും എന്ന് കണ്ടെത്തിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് ഈ ദിവ്യ മാറ്റുന്നു. അപ്പോൾ അതാണ് തുടക്കം അതാണ്. അതിനുശേഷം പാർട്ടി പലരും സംരക്ഷിക്കാൻ ശ്രമിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പാർട്ടിയിലുള്ള ഗോഡ് ഫാദേഴ്സ് തന്നെ ദിവ്യയെ സംരക്ഷിക്കാൻ മാക്സിമം കൂട്ടുന്നു, പക്ഷേ പിടിവിട്ടു. അതായത് നവീൻ ബാബുവിൻ്റെ ജന്മസ്ഥലമായ പത്തനംതിട്ട, ആ പത്തനംതിട്ടയുടെ ജില്ലാ കമ്മിറ്റി, CPMൻ്റെ ജില്ലാ കമ്മിറ്റി ഒന്നടങ്കം ദിവ്യക്കെതിരെ നിന്നു. ദിവ്യക്കെതിരെ കർശന നടപടിയെടുക്കണം, പാർട്ടിനെ സമസ്ത മേഖലയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നിവരെ ഈ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയും ഒടുവിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഇതിന് വഴങ്ങിക്കൊടുക്കുകയും ചെയ്ത് അതിനുശേഷം നമ്മൾ ഈ അടുത്ത കാലത്ത് സമാപിച്ച ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ടല്ലോ, അതിൽ ഒരു സ്ഥലത്തും ഈ പി ദിവ്യ പ്രചരണത്തിന് ഇറക്കിയില്ല. ഒരു സ്വന്തം മണ്ഡലമായ ഈ ഇതുണ്ടല്ലോ, അതായത് പാപ്പിൻശ്ശേരി ഏരിയ കമ്മിറ്റിയിലെ ഇരണാവ് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരിക്കുകയാണ് ഈ പി ദിവ്യയെ. അവിടെ പോലും ഇരണാവ് ബ്രാഞ്ച് കമ്മിറ്റിയിൽ പോലും ഒരു സ്ഥലത്ത് പോലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ പോലും ഒരു ചെറിയ പരിപാടിക്ക് പോലും ഈ ദിവ്യ അടുപ്പിച്ചിരുന്നില്ല. അത് ഇത് തന്നെ കാരണം, വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ്. നമുക്കറിയാം, തിരുവനന്തപുരത്തെ ആര്യ രാജേന്ദ്രൻ്റെ ഏത് രീതിയിലാണോ CPM പാർട്ടി മാറ്റി നിർത്തിയത്, സമാനമായ രീതിയിലാണ് കണ്ണൂർ സ്വന്തം മണ്ഡലത്തിലും ഇരണാവ് എന്ന സ്വന്തം ജന്മദേശത്തും പി ദിവ്യ മാറ്റി നിർത്തിയത്. അപ്പോൾ വലിയ രീതിയിലുള്ള സൈഡ് ലൈനിങ് പി ദിവ്യക്ക് പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ ഗോഡ് ഫാദേഴ്സിനൊന്നും ഇപ്പോൾ സംരക്ഷിക്കാൻ പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ വഷളായിരിക്കുകയാണ്. അത് ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സമാപിച്ച ജനാധിപത്യ മഹിളാ അസോസിയേഷനിൽ ആ സമ്മേളനത്തിൽ ഭാരവാഹി പട്ടികയിൽ നിന്ന് മാറ്റി, പിന്നെ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തു നിന്നും എടുത്തു മാറ്റി. പിന്നെ അതുമാത്രമല്ല, ഈ ജില്ലാ കമ്മിറ്റിയിൽ വീണ്ടും തിരിച്ചെത്താനുള്ള ശ്രമങ്ങളെ എല്ലാം അതെല്ലാം പാർട്ടി സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പി ദിവ്യ തടയുകയാണ് ചെയ്യുന്നത്. അതായത് അതിനുശേഷം ഒന്നും നടക്കില്ല എന്ന് കണ്ടപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് പിണറായി വിജയനെ പുകഴ്ത്തുകയും CPM പാർട്ടിയെ പുകഴ്ത്തിക്കൊണ്ട് ഏകദേശം 1-2 മാസം ഇങ്ങനെ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിന്നു. അതൊന്നും ഫലം കണ്ടില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി, ഇനി അതായത് തൻ്റെ പൂർവ്വ ഇതിലേക്ക് തിരിച്ചു പോകാൻ, ആ പ്രതാപത്തിലേക്ക് തിരിച്ചു പോകാൻ പി ദിവ്യക്ക് ഇനി പറ്റില്ല എന്ന് മനസ്സിലായി. ഗോഡ് ഫാദർ ആണ് എന്ന് പറയുന്ന തലപ്പത്തിരിക്കുന്ന കേരള ഭരണത്തിൽ തലപ്പത്തിരിക്കുന്ന പല ആൾക്കാരും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് ഇനിയും ഈ പി ദിവ്യ സംരക്ഷിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഡാമേജ് പാർട്ടിക്ക് ഉണ്ടാകും. പല അഴിമതി കേസുകളും പല നാറ്റക്കേസുകളും പുറത്തു വരും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ തൽക്കാലം പി ദിവ്യ സംരക്ഷിക്കാതിരിക്കുന്നത്. അപ്പോൾ ഈ പി ദിവ്യയെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുടെ, അതായത് കണ്ണൂർ ജില്ലയിലെ നേതാക്കന്മാരാണ് സംസ്ഥാന നേതൃത്വം പാർട്ടി മൊത്തം കൈയടക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചീഞ്ഞു നാറുന്ന പലതും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഇവിടുത്തെ സംസ്ഥാന നേതൃത്വം ആകെ നാണം കെടും. അപ്പോൾ ആ അത് അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കെ ഈ പി ദിവ്യ BJPയിലോട്ട് പോകുന്നത് പാർട്ടിക്ക് ഗുണകരമാകില്ല എന്ന് തന്നെയാണ് ഒരു വിലയിരുത്തൽ. അപ്പോൾ എന്ത് തന്നെയാലും ഇനി പി ദിവ്യ ചോദിക്കുന്ന സ്ഥാനമാനങ്ങൾ കൊടുക്കാനും പറ്റില്ല. പി ദിവ്യ അങ്ങനെ കൊടുത്തില്ലെങ്കിൽ എന്തായാലും BJPയിലോട്ട് പോകുകയും ചെയ്യും എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഇൻ കേസ് BJPയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ BJP വേണ്ട വിധത്തിൽ ട്രീറ്റ് ചെയ്യും. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്തായാലും സമൂഹ മധ്യത്തിൽ ജനങ്ങളുടെ മനസ്സിൽ വലിയ രീതിയിൽ വെറുപ്പുള്ള ഒരു വ്യക്തിയാണ് ഈ പി ദിവ്യ എന്ന് പറയുന്നൊരു സ്ത്രീ. പക്ഷേ പാർട്ടിക്ക് ഇലക്ഷൻ പൊളിറ്റിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ, ആ പൊളിറ്റിക്കൽ ആംഗിൾ വെച്ച് നോക്കുകയാണെങ്കിൽ BJPക്ക് അതായത് CPMന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ അടിയായിരിക്കും. അതായത് ഈ ഇരണാവ് പാപ്പിൻശ്ശേരി എന്നൊക്കെ പറഞ്ഞ CPMൻ്റെ കോട്ടയാണ്. CPMൻ്റെ കോട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ 90% വോട്ട് ചെയ്യുന്നതിൽ 95% വോട്ടും പോകുന്നത് CPMന് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പാർട്ടി കോട്ടയിൽ നിന്ന് തന്നെ അവരുടെ ഒരു ഫയർ ബ്രാൻഡ് ലീഡറെ തന്നെ അടർത്തിയെടുക്കാൻ പറ്റുന്നത് പൊളിറ്റിക്കലി വലിയൊരു മൈലേജ് BJP എന്നുള്ള പാർട്ടിക്ക് ഉണ്ടാകും. അത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യും. ഒരു കാര്യം മാറ്റി നിർത്താം, അതായത് ഒരു കാര്യം അവിടെ നിൽക്കട്ടെ, അതായത് ഈ സ്ത്രീക്ക് ഉള്ള പബ്ലിക്കലി ഉള്ള ഒരു ഇതുണ്ടല്ലോ, അവമതിപ്പ്,
അതൊക്കെ ബി ജെ പി അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ പാർട്ടിക്ക് CPM കൊടുക്കാൻ പറ്റൊരു അടി ബി ജെ പി ഒരു കാരണവശാലും അത് പാഴാക്കില്ല. എന്ത് തന്നെയായാലും ഇപ്പം രാജീവ് ചന്ദ്രശേഖർ അടക്കം ഇടപെട്ടിട്ട് പല ആൾക്കാരും CPM എന്നും എല്ലാ പാർട്ടിയിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അതായത് ആ ഒരു ആംബിയൻസ് ഉണ്ടാകണം. അതായത് എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് ഇത്രയും ഏകദേശം 20% വോട്ടുണ്ടായിട്ട് പോലും ഒരു സീറ്റ് പോലും കിട്ടാതെന്ന് വെച്ചാൽ ബി ജെ പി ഒരു വിന്നിങ് പാർട്ടിയാണ് കേരളത്തിൽ, സംസ്ഥാനത്തെ ഒരു വിന്നിങ് പാർട്ടിയാണ്, വിജയിക്കാൻ കഴിവുള്ള ഒരു പാർട്ടിയാണ് എന്നൊരു തോന്നലുണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ 20% സീറ്റുകളായിട്ട് കൺവേർട്ട് ചെയ്യൂ. അപ്പോൾ ആ ഒരു ആംബിയൻസ് എടുക്കാൻ വേണ്ടി ഇത്തരം ആൾക്കാരൊക്കെ, അതായത് ഹൈ പ്രൊഫൈൽ ആൾക്കാരൊക്കെ ഏത് പാർട്ടിയിൽ നിന്നായാലും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവരെ പൂർവാധികം തെറ്റ് പറഞ്ഞിട്ട് ഒരു പാർട്ടിയിലോട്ട് വരുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതായത് നമ്മൾ പരസ്പരം യുദ്ധം ചെയ്യുമ്പോൾ ആയുധം വെച്ച് കീഴടങ്ങുന്ന ആൾക്കാരോട് പിന്നെ അവരൊന്നും ചെയ്യാൻ പാടില്ല. അതാണ് യുദ്ധനീതി. അതുമാതിരി തന്നെയാണ് ഈ പൊളിറ്റിക്സും. അതായത് എല്ലാം ഏറ്റു പറഞ്ഞ് ഞാൻ ചെയ്ത തെറ്റാണ്, ഇത്രയും കാലം ചെയ്ത തെറ്റാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് ബി ജെ പിയിലോട്ട് വരും, അഗ്നിശുദ്ധി വരുത്തി പാർട്ടിയോട് വരുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ സുരേഷ് ഗോപിയാണ് ഇതിൽ ചുക്കാൻ പിടിക്കുന്നത്. അപ്പോൾ ഈ അടുത്ത കാലം ശ്രദ്ധിച്ചിരുന്നു, കുറച്ച് നാൾ മുന്നേ സുരേഷ് ഗോപി എനിക്ക് ഈ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ സമയത്തൊക്കെ പറഞ്ഞില്ല, എനിക്ക് കണ്ണൂരും ഒരു ഇതുണ്ട്, അത് കണ്ണൂരും ഞാൻ ഉടനടി എടുക്കും, ആ റേഞ്ചിലൊക്കെ കാര്യങ്ങളൊക്കെ സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പല കാര്യങ്ങളും മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ്. സുരേഷ് ഗോപിക്ക് കണ്ണൂർ ഒരു നോട്ടമുണ്ട്, കണ്ണൂർ പിടിക്കണമെന്നും സുരേഷ് ഗോപിയുടെ ഒരു വാശി കൂടിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയാണ് ഇത് ചുക്കാൻ പിടിക്കുന്നത്. PP ദിവ്യ ആയാലും പല ആൾക്കാരും ഇപ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ആൾക്കാർ പോലും ഇപ്പോൾ CPM വിട്ടിട്ട് ഉടൻ BJP എത്തും. അപ്പോൾ അവരൊക്കെയായിട്ട് നിരന്തരം സുരേഷ് ഗോപി ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം മൂകാംബിയെ പോകുന്ന വഴി മംഗലാപുരത്ത് വെച്ചിട്ട് PP ദിവ്യയായിട്ട് സംസാരിച്ചു. പിന്നെ അത് മാത്രമല്ല, എപ്പോഴൊക്കെ സുരേഷ് ഗോപി ഇതുവഴി പോകുമ്പോൾ, അതായത് ഈ പാപ്പിനിശ്ശേരി കണ്ണൂർ വഴി പോകുമ്പോൾ സുരേഷ് ഗോപി അന്നും ഇന്നും ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി EK നായനാരുടെ വീട്ടിൽ, അതായത് കല്യാശ്ശേരിയുള്ള പാപ്പിനിശ്ശേരിയുള്ള EK നായനാരുടെ വീട്ടിൽ കണ്ടിട്ട് ശാരദ ടീച്ചറൊക്കെ കണ്ട് സംസാരിച്ച് പോകുന്നൊരു പതിവ് സുരേഷ് ഗോപിക്കുണ്ട്. അപ്പോൾ EK നായനാറിൻ്റെ വീട്ടിനടുത്ത് നിന്ന് കുറച്ച് നടക്കേണ്ട ഏകദേശം വളരെ ചുരുക്കം ദൂരം മാത്രമേ PP ദിവ്യയുടെ വീട്ടിലേക്കുമുള്ളൂ. ഇനി അവിടെ വെച്ച് അവർ വല്ലതും കണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങൾ പുറത്തു വരും. എന്ത് തന്നെയായാലും സുരേഷ് ഗോപിയായിട്ട് ഒന്നിലധികം തവണ ചർച്ച നടത്തി. അതിൽ രാജീവ് ചന്ദ്രശേഖറും ഉൾപ്പെട്ടിട്ടുണ്ടും എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിന് ഇത്തരം ക്ലാരിഫിക്കേഷനൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ എന്തായാലും സുരേഷ് ഗോപിയായിട്ടും BJPയുടെ കണ്ണൂർ ജില്ലാ ഒരു ഘടകമായിട്ടൊക്കെ ദിവ്യ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ദിവ്യ എന്നെ പറഞ്ഞിട്ടുണ്ട്, പല ആൾക്കാർ എന്നെ വന്ന് കണ്ടിട്ടുണ്ട്, ഞാൻ ഉടനടി ഒരു തീരുമാനം എടുക്കുന്നില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ PK ശ്രീമതി ടീച്ചർ ഉണ്ടല്ലോ, PK ശ്രീമതി ടീച്ചർ അടക്കം പറഞ്ഞു PP ദിവ്യ എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാകുന്നില്ലേ. അപ്പോൾ ഈ ശ്രീമതി ടീച്ചർ തന്നെ അത്രത്തോളം പറയണമെങ്കിൽ അതിൻ്റെ ഗൗരവം അത്രത്തോളം ഉണ്ടാവും. അതായത് ഇത് CPM കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അതായത് ഓൾമോസ്റ്റ് ദിവ്യ BJPയിൽ എത്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത് വലിയ രീതിയിലുള്ള ഒരു കേരള രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വഴിവെക്കും. നേരത്തെ പറഞ്ഞ പോലെ പാപ്പിനിശ്ശേരി എന്ന് പറയുന്ന സ്ഥലം CPMൻ്റെ കോട്ടയാണ്. ആ കോട്ടയിൽ തന്നെ BJP കയറി വെടി പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് വരും ദിവസങ്ങൾ ഇതിലപ്പുറത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്കതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.